സമാധാനത്തിനായി ഒരു ചെറിയ കുറുക്കുവഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വല്ല ഹിമാലയത്തിൽ പോയി സന്യസിക്കുകയോ വലിയ വലിയ കോവിലുകൾ തേടി അലയുകയോ ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ വീട്ടിലിരുന്ന് തന്നെ എളുപ്പത്തിൽ നമുക്ക് പ്രായോഗികമാക്കാവുന്ന ഒരു വിദ്യയുണ്ട്. രാവിലെയും വൈകിട്ടും. രാവിലെ എന്ന് പറയുമ്പോൾ രാത്രി പകലിനോട് ലയിക്കുന്ന സമയവും, വൈകിട്ട് പകൽ രാത്രിയുമായി ഇടകലരുകയും ചെയ്യുന്ന ആ ഒരു സമയം, അത് വളരെ മനോഹരമാണ്. ആ സമയം കഴിവതും നമ്മൾ ടി വി ഓഫ് ചെയ്യുക. പ്രധാനമായും ടി വിയോ മറ്റ് ഡിസ്ട്രാക്ഷൻ മൊബൈലൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഒരു 15-20 ഒരു അരമണിക്കൂർ സമയം, ആ സമയം വളരെ മനോഹരമാണ്. ആ പകൽ പതിയെ മാറി ആ രാത്രി വന്ന് നിറയുന്ന ആ സമയം പ്രത്യേക ശാന്തതയാണ്. ആ സമയം പണ്ടുള്ളവർ ആ സമയത്ത് പ്രാർത്ഥിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ നമുക്കതൊക്കെ മടിയാണ്. പക്ഷേ നമ്മൾ വെറുതെ ആ മൊബൈലും ടി വിയും ഒക്കെ ഓഫ് ചെയ്ത് വെറുതെ പുറത്തേക്ക് നോക്കി ആ സന്ധ്യയെ ഒന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുക വളരെ മനോഹരമാണ്. അപ്പോൾ നമുക്ക് പ്രകൃതിയുടെ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാം നാം അല്ല ഈ ലോകം മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ഒരു പ്രവൃത്തികളുമായ അല്ല, പ്രകൃതിയാണ്. പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളെപ്പോലെ നാമും അതിലെ ഒരു ജീവിയാണ്. രാത്രി പകൽ വിട പറയുന്നു, സന്ധ്യ വരുന്നു, നമ്മൾ ഇനി ലൈറ്റിടും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. മറ്റ് ജീവികൾ കാക്ക കിളികളെല്ലാം കൂടെ അണയുന്നു. ഓരോരുത്തരും ആ രാത്രിയെ വരവേൽക്കാനായിട്ട് ഓരോന്നും ചെയ്യുകയാണ്. അപ്പോൾ നാമും മാനസികമായിട്ട് അതിന് പ്രിപ്പയർ ചെയ്യുക. ഒപ്പം ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങളെ, ദൈവം ആ അദൃശ്യ ശക്തിയെ തിരിച്ചറിയുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തത, ഇതൊന്നും ആലോചിക്കേണ്ട, ആ നിമിഷത്തെ ആസ്വദിക്കാൻ ശ്രമിക്കൂ. വളരെ മനോഹരമാണ് ആ നിമിഷം. ദിവസത്തിൻ്റെ ഏറ്റവും നല്ല നിമിഷം ആ സമയമായിരിക്കും, വൈകിട്ട്. ആ സമയം നിങ്ങൾ ഒരിക്കലും ടി വിയോ മൊബൈലോ ഉപയോഗിച്ച് നഷ്ടപ്പെടുത്താതിരിക്കുക.